പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പുമാറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ. ആത്മാവിലാസവീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ശാന്തമീരാവേ ഉണ്ണീശു പാരിജാതനായി താരകങ്ങളൊന്നായി കണ്ണു ചിമ്മി നിൽപ്പൂ തുള്ളികളുടെ വാനദൂതൻ പാടി. പൊന്നിരിക്കും കാഴ്ചയേകിടാം രാജരാജനീശുവിനെ വാഴ്ത്തി പാടിടാം. പൊന്നമീര പൊന്നിരിക്കും കാഴ്ചയേകിടാം വാഴ്ത്തിടാം വണങ്ങിടാം യേശുരാജനെ. തപ്പുകൊട്ടി വീണമേറ്റി പാടി വാഴ്ത്തിടാം വാഴ്ത്തിടാം വണങ്ങിടാം യേശുരാജനെ. തപ്പുകൊട്ടി വീണമേറ്റി പാടി വാഴ്ത്തിടാം രക്ഷകനാം ഈശോയെ പാടി വാഴ്ത്തിടാം. മാലാഖമാരുടെ കീർത്തനങ്ങൾ കേട്ടിട പുൽക്കൂട്ടിൽ വാണിടുന്നു. തുറക്കുന്ന ഈശോയെ കുമ്പിട്ടു വന്നിടാ. നാഥനെ ആരാധിക്കാം യേശുരാജനെ. തപ്പുകൊട്ടി വീണമേറ്റി പാടി വാഴ്ത്തിടാം വാഴ്ത്തിടാം വണങ്ങിടാം യേശുരാജനെ. തപ്പുകൊട്ടി വീണമേറ്റി പാടി വാഴ്ത്തിടാം രക്ഷകനാം ഈശോയെ പാടി വാഴ്ത്തിടാം. യേശുവേ
ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പൂച്ചൊടിയിൽ പാതിരാവിലെ പൊൻതുളിയിൽ തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ നടക്കുന്ന സ്നേഹം കൈകളിൽ താങ്ങിടുന്ന സ്നേഹം താരാട്ട് പാടുന്ന മഠത്തിലെ ഇണക്കുയിലേ ഇളവന്നു മഠത്തിലെ ഇണക്കുയിലേ മാറി കളപൊട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൽ ചോടുണ്ടോ വിയർപ്പുണ്ടോ ഈശോക്കാറ്റിൽ വിശറിയുണ്ടോ ഇളവന്നു മഠത്തിലെ ഇണക്കുയിലേ മാറി കളപൊട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൽ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവന്നേടക്കാറ്റിൽ വിശറിയുണ്ടോ ഇളവന്നു മഠത്തിലെ ഇണക്കുയിലേ I
ഉണ്ടാവാനുള്ള കാരണം കാര്യം നിസ്സാരമാണ്. അപ്പോ തുടങ്ങാൻ ചുമ്മാ തുടങ്ങാൻ പറ്റില്ല. കേരളത്തിൽ എത്രയോ ആളുകളുണ്ട്. തുടങ്ങണമെങ്കിൽ എല്ലാം ഒരു വിളിയാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് തന്നെ ഒരു വിളിയാണ്. തമ്പുരാൻ വിളിച്ചത് കൊണ്ടാണ് നിങ്ങളൊക്കെ കൂടെ വന്നത്. ഡോക്ടർ ഇപ്പൊ ഈ ഓടി നടത്തി സർവീസ് ചെയ്യുന്നത് ദൈവത്തിന്റെ ഒരു വിളിയാണ്. വിളിക്കാതെ ആർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇത് എന്റെ 17-ാം വയസ്സിന് ശേഷം ഞാൻ പഠിച്ച ഒരു പാഠം. എന്നെ ഈ 17-ാം വയസ്സിന്റെ പ്രത്യേകത. അപ്പോഴാണ് ഡിഗ്രി പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിന് സമീപത്തുള്ള ഒരു സ്ഥലത്തിരിക്കുമ്പോൾ മലങ്കര കത്തോലിക്ക പുരോഹിതൻ കൊണ്ടുവന്ന് പുതിയ നിയമത്തിലെ ചെറിയൊരു ബുക്ക് അല്ലേ, ഞാൻ എന്നോടൊപ്പം ഉള്ള ഒരു 3-4 സുഹൃത്തുക്കളുണ്ടായിരുന്നു. എല്ലാവരും പ്രീ ഡിഗ്രി ഫൈനൽ എക്സാം കഴിഞ്ഞിട്ട് നിന്ന ബാച്ചുകളാണ്. രാത്രിയാണ് ഞങ്ങളെ വീട്ടില് പണ്ടത്തെ കാലമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു 60 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളവര് മിനാമിനിങ്ങിന്റെ അതുകൊണ്ട് 9-10 മണി കഴിഞ്ഞ ഒരു മിനാമിനിങ്ങിന്റെ വെട്ടം ആ വട്ടത്ത് വെച്ച് നോക്കിയപ്പോ എനിക്ക് സൈക്കിളാണ്. പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ അല്പം പറയാമോ? ഭയങ്കരപ്പെട്ട ഒരു വാക്യമാണ്. എന്നെ ഞാനാക്കിയ വാക്യമാണ്. നിങ്ങളാരും അറിയണമെന്നില്ല. കർത്താവ് ശിഷ്യന്മാർ വാദങ്ങൾ കഴിയുന്നതാണ് ഭാഗം. അപ്പൊ ഞാൻ രാത്രി വായിച്ചപ്പോ എനിക്ക് ഞാൻ വിചാരിച്ചത് ഈ ഓവറിന്റെ ഇതുകൊണ്ട് എന്റെ കണ്ണിന്റെ പ്രശകായിരിക്കും. കാരണം ഹൈന്ദവ സംസ്കാരത്തില് ശിഷ്യന്മാർ മുഴുവന്റെ ഭാഗമാണ് കഴിക്കുന്നത്. ഇവിടെ തിരിച്ചൊരു ഓപ്പോസിറ്റ് യാത്ര. അപ്പൊ അങ്ങനെ നേരപ്പെടുത്ത് സൂര്യവട്ടത്തിൽ അല്ലെങ്കിൽ പുകൽ വെളിച്ചത്തിൽ ബൈബിൾ വായിച്ചപ്പോൾ കുറേ കൂടെ മനസ്സിലായി. ഇന്നലെ വായിച്ചതൊക്കെ കറക്റ്റാണ്. അപ്പൊ അതിൽ നിന്ന് തുടങ്ങി ബൈബിൾ പഠിക്കാൻ തുടങ്ങി. പഠിച്ച് ഇപ്പോഴേ എനിക്ക് തോന്നി ഇനി ഇതല്ല വലുത്, വേറൊരു വഴിയാണ് നമുക്ക് സ്വീകരിക്കാൻ. കാരണം എൻ്റെ വീട്ടിന് ചുറ്റും അമ്പലമാണ്. ഞാൻ ഒരു 1-ാം തരം അമ്പലവാസിയാണ്. വീട്ടിൽ തന്നെ രാവിലെ പ്രാർത്ഥനയുണ്ട്, ഉച്ചയ്ക്കുണ്ട്. അപ്പനൊരു 1-ാം തരം വൈദ്യനാണ്. അപ്പോ അന്ന് ഈ വൈദ്യ ചികിത്സ നടക്കുന്നവരൊക്കെ ദൈവത്തിൽ വിശ്വസിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ കൈവിട്ട സൂത്രമാണ് ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് മിക്കവാറും ഡോക്ടർമാർ കുറിച്ച് വരച്ചിട്ടേ ഡിസ്പെൻസറിയിൽ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ ആശുപത്രിയിൽ ഇരിക്കുള്ളൂ. നമ്മളെ ഡോക്ടറെ കേസും അങ്ങനെ ആയിരിക്കണമെന്നാണ് എൻ്റെ വിചാരം. കാരണം അങ്ങനെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെടുന്നവരാണ് ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നത്. കാരണം എപ്പോഴാണ് നമുക്ക് പണി കിട്ടണമെന്ന്. ഇവിടെയും ഞങ്ങള് രാവിലെ 5 മണിക്ക് ഇവിടേക്ക് എഴുതി 5:30 എല്ലാ ബ്ലോക്കിലൊന്നും ആളുകൾ വരും. 5:30 ഇവിടെ ഒരു പ്രഭാത പ്രാർത്ഥനയുണ്ട് ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് 6:30 ചായ കൊടുക്കും. 8:00 ബ്രേക്ക്ഫാസ്റ്റ്. 10 മണിയാകുമ്പോൾ നിങ്ങൾ സമ്പൂർണ്ണ ജോമാലിയും ധർമ്മപുണ്യം പറയും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞാൽ ഇവിടെ ഉറക്കില്ല. രാത്രി പകല് ഉറങ്ങിയാൽ രാത്രി നമുക്ക് തന്നെ പണിയാം. പിന്നെ ഊണ് കഴിഞ്ഞതിന് ശേഷം 2 മണി മുതൽ വീണ്ടും നമ്മൾ പ്രാർത്ഥന പറയും. പിന്നെ 4 മണി മുതൽ 7-7:30 മണി വരെ നമ്മള് വീണ്ടും സന്ധ്യാപ്രാർത്ഥന. അപ്പോൾ 3.5 മണിക്കൂർ പ്രാർത്ഥിക്കാൻ എന്താണ് ഉള്ളതെന്ന് നിങ്ങൾ ചോദിക്കും. അല്ലെ, ഇതെന്ത് സംഭവിക്കും? ആരെയൊക്കെ മുമ്പില് നമ്മള്, കാരണം എപ്പോഴും നമ്മള് പഴയകാലത്ത് ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയിലേക്കൊക്കെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അമ്മയുടെ ഫാമിലി മുഴുവനും പൊട്ടലുകാരാണ്. അപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട് അവിടുത്തെ അവരുടെ പ്രാർത്ഥന. കാരണം അടുത്ത നേരത്തേക്കുള്ള ഭക്ഷണം ആണ് ചോദിക്കുന്നത്. കർത്താവ് പഠിപ്പിക്കുന്നതാണ്. ഇന്ന് നമുക്ക് അതിന്റെ വിശപ്പിന്റെ വിളി. ആരുടെയും വട്ടത്ത് സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് രാവിലെ ഇഡലിയും സാമ്പാറും അല്ലേ അതുകൊണ്ടാണ് നമ്മളിപ്പോ എവിടേക്ക് യാത്ര ചെയ്യുന്നത്. നമ്മളെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ MD ഡോക്ടർ MD കഴിഞ്ഞാണെങ്കിൽ MBBS കഴിഞ്ഞാലേ ഒരു MD
PG കഴിഞ്ഞാൽ ME കിട്ടും. നമ്മുടെ MD MA ഇപ്പൊ ഈസി ആയിട്ട് പിള്ളേർക്ക് കിട്ടും. അതാണ് നമ്മളെ കാലത്തിന്റെ കാരണം. നമുക്കിപ്പോ പിള്ളേരെയൊക്കെ പേടില്ല ഈ തലമുറയില്. പിള്ളേരെ കാരണം ഒന്നും ഭാഗ്യമുള്ളൂ. ആർക്കും ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളെ എല്ലാം പറയുന്നത്. തന്നെ മര്യാദ ഞാൻ ചെയ്യും, വേറെ പരിപാടിയുള്ളൂ. അപ്പഴും പേടിയാണ്. കാരണം എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും പാതിമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ കാലത്ത്, ഞങ്ങൾ വളർന്ന കാലത്ത് ഞങ്ങൾ 9 പേരാണ്. 9 8 നമ്മൾ ഇത്തിരി കൈകട കാണിച്ച അപ്പൻ പറയും അതാണ് അടുത്ത കടകവും. തീരെ ജീവിക്കാൻ പറ്റാത്തവന് ചെയ്യണം, അതിന് വഴിച്ചാടാം. ആരും ഞാൻ പഠിക്കില്ല, വളർന്നു. അങ്ങനെ ഞാൻ ചാപ്റ്റർ ഒന്ന് മാറാം. അതിൽ നിന്നാണ് നമ്മൾ ഇൻഡിയേറ്റ് ചെയ്തതെന്ന്. അപ്പൊ ഇത് കഴിഞ്ഞ് ക്രിസ്ത്യാനിയായി. അപ്പോൾ മലങ്കര പള്ളിയാണ്. അച്ഛനോട് ഞാൻ ദിവസം പറയും, അച്ഛൻ കേൾക്കാത്ത താമസം. കാരണം ഏരിയയിൽ നിന്ന് ഒരാളെ പള്ളിക്ക് വിട്ടേന്ന് പറയുന്നത് വലിയൊരു അപകടം നമുക്ക് വരികയാണ്. പിന്നെ ഞാൻ മലങ്കര പള്ളിയിൽ അച്ഛൻ തന്നെ വെള്ളം ഒഴിച്ചു. ഞങ്ങള് അങ്ങനെ എൻ്റെ ഫാമിലിയിലുള്ള മെജോറിറ്റി ആളുകൾ കുറേ പേര് അമ്മയുടെ വഴി പോയി. അതുപോലെ ഞങ്ങൾ എല്ലാവരും ബുദ്ധി പശ്ചാത്തലത്തിലാണ്. അങ്ങനെ ഞാൻ എൻ്റെ 2 ബ്രദേഴ്സും കാത്തലിക്കായി, മറ്റുള്ളവര് പ്രൊട്ടസ്റ്റന്റ് സഭ. ഇങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മാരേജ് കഴിഞ്ഞപ്പോൾ ശ്രീമതി ഏട്ടനാണ് പപ്പ എന്നിട്ട് പപ്പ ഈ നമ്മുടെ പാങ്കോട് ആശ്രമത്തില് ആ ടീമിൽ വരുന്ന ഏട്ടനാണ്. തെറ്റെന്ന് വിളിക്കുന്നത് മരണപ്പെട്ടു. മിസ്സിന്റെ അമ്മയുടെ ബ്രദറും ബീഷാണ്. അത് കോട്ടാരൂപതയിൽ. അപ്പൊ അവരെല്ലാം കാത്തലിക്കാണ്. ഞാനും മാട്ടുമിക്കായിട്ട് പിന്നെ ഞങ്ങള് പള്ളിക്കാണ് താമസം, വരയ്ക്കാണ്. അവിടെ ചെന്നപ്പോൾ അടുത്ത് മലങ്കര പള്ളിയില്ല. അപ്പൊ ആദ്യമായിട്ട് പള്ളയമ്പലം ഇടവക തുടങ്ങുന്ന സമയമാണ്. അങ്ങനെ പള്ളയമ്പലം ഇടവകയില് ആദ്യം അവിടെ യൂണിറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം കാലാമെടുത്ത് ഞാനൊരു ലാറ്റിൻ ആയിട്ട്. അതിനുശേഷം ആണ് ഈ സംഭവത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ പോയിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോഴേ ഒരു അമ്മയ്ക്ക്, ഒരു ദേശം ഒരു 95 വയസ്സ് പ്രായം തോന്നുന്ന ഒരു അമ്മയ്ക്ക് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഇപ്പോൾ അമ്മയ്ക്ക് കണ്ടപ്പോൾ ഒരു ചെറിയൊരു ഒരു 2 10-ന്റെ നോട്ട് കൊടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് 1-1.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 10 രൂപ നോട്ട് ആ ടെമ്പിൾ, ഇപ്പോൾ ടെമ്പിളുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട്, ടെമ്പിളിന്റെ സൈഡിൽ കിടപ്പുണ്ടാകും. ഒരു 10 രൂപ നോട്ട് അമ്മയ്ക്ക് പൊടി പിടിച്ച പോലെ തോന്നി. ഏകദേശം ഞാൻ തിരുമലം വീട്ടിന് അടുത്ത കളറായപ്പോൾ എൻ്റെ മനസ്സിൽ വരുത്തി ഭക്ഷണം വാങ്ങി കൊടുത്തിട്ട് അമ്മയ്ക്ക് കഴിക്കില്ല. അന്നൊന്നും സമയം കിട്ടിയില്ല. അടുത്ത ദിവസം ഞാൻ വന്ന് റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തെ അമ്മച്ചെ നോക്കി. അമ്മച്ചിയുടെ കുടുംബം ഇതിന്റെ പ്രായച്ചിത്തമായി ആ ക്രിസ്മസ് 10 പൊതി ഒരു കടയിൽ ഏർപ്പാട് ചെയ്ത് കിബിലിൽ തന്നെ ഒരു കടയിൽ ഏർപ്പാട് ചെയ്ത് ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു ബിസ്ക്കറ്റ് പഴയ മറ്റുള്ള സംവിധാനങ്ങളല്ല. അവിടെ ദോശയും രസവടവും വടയും ചമ്മന്തി, അതാണ് പേര്. അങ്ങനെ അതുകൊണ്ട് കിള്ളിപ്പാലത്തിന് അടുത്ത് ചെല്ലുമ്പോൾ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു. ഇപ്പോഴത് പൊളിച്ചു മാറ്റി. അതിനകത്ത് നിൽക്കേണ്ട ആളുകളൊക്കെ വഴിയിൽ നിൽക്കുന്നു. ഒരു മനുഷ്യനകത്ത് കിടക്കും. ആ കുട്ടി ഇരയായി മാറിയത് അദ്ദേഹമാണ്. ചെന്ന് നോക്കിയപ്പോൾ യൂറിനും മോഷനും ഒക്കെ പോയിട്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ ഈച്ച കടിക്കുന്നുണ്ട് കിടക്കും. അപ്പോൾ ചെന്ന് ഭക്ഷണം, എൻ്റെ വേറെ ഒരു സംവിധാനങ്ങളൊന്നുമില്ല, വെള്ളമില്ല, വേറൊന്നും. നോക്കിയപ്പോൾ അയാളുടെ കൈ മുഴുവനും വേസ്റ്റാണ്. അങ്ങനെ അടുത്ത ഒരു ഹോട്ടലിൽ പോയി ഞാൻ പറയും ഇങ്ങനെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതിനെല്ലാം 2 ലിറ്റർ ബോട്ടിലിൽ എനിക്ക് വെള്ളം, പക്ഷെ കൊണ്ടുവന്ന് കഴുകാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചായിരിക്കും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും നമ്മൾ? അയാളെ ഈ കൈ കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് വാരി കൊടുത്തിട്ടുള്ളതല്ലാതെ മറ്റുള്ളവർക്ക് വാരി കൊടുക്കൽ കർമ്മം എൻ്റെ ജീവിതത്തിലുണ്ടായി. പിന്നെ അങ്ങനെയൊക്കെ വാരി
അങ്ങനെ 3 പൊതി എന്ന് പറയുമ്പോൾ 15 ദോശ, 3 വട, 3 കേക്ക്, 3 വടി. ഇത് തിന്നിട്ട് വന്നിട്ട് വീണ്ടും ഇപ്പൊ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നമാണ്. ബാക്കി വലിയ 7 പൊതിയും കൊണ്ട് തമ്പാനൂരെത്തും. ഈ 7 പൊതിയും അർഹതപ്പെട്ടത്. നമ്മളൊക്കെ വാഹനത്തിൽ ഞാൻ പതിവായിട്ട് പോകുന്നവനാണ്. പക്ഷെ എനിക്ക് അന്ന് ഒന്നും കാണാത്ത ഒരു മനോഭാവം. അപ്പോഴും ഞാൻ വിചാരിച്ചു ആവശ്യക്കാർ ധാരാളം റോഡിൽ നമ്മൾ കാണാത്തതാണ്. അങ്ങനെ അവധി ദിവസങ്ങളിൽ ഞാൻ ഈ 10 എന്ന് പറയുന്നതിനെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊണ്ടുപോകും. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ ഭക്ഷണം കൊടുത്ത്, ഞങ്ങളെന്ന് പറയുന്നത് ഞാനാണ് കൂടുതലായിട്ട് പറയുന്നത്. ആരെങ്കിലും പിന്നീടൊക്കെ ആരെങ്കിലും സഹായിക്കാനൊക്കെ വരും. അത് ആരെയും വിളിച്ചു വരുന്നതല്ല, അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്ന് സഹായിക്കണം. അങ്ങനെ ഞാൻ ഒരു ദിവസം ഭക്ഷണം കൊടുത്ത് തമ്പാനിൽ നിൽക്കുമ്പോൾ നമ്മള് ഗാന്ധി വന്നൊരു മനുഷ്യൻ, അത് ചിലപ്പോൾ എനിക്ക് കാണാറുണ്ടായി. അയാൾ വന്നിട്ട് വിശപ്പിന് അവധിയില്ല എന്ന് ഇത്രയും പറയുന്നുണ്ടോ, പറഞ്ഞിട്ട് എങ്ങനെ അപ്പോഴേക്കും എനിക്ക് ആദ്യം കത്തിയില്ല. പിന്നെ ആലോചിച്ചപ്പോഴാണ് ഞാൻ അവധി ദിവസമാണ്. അപ്പോഴത്ര കാര്യമായിട്ടായാലും വീക്ഷിച്ചു എന്ന് പറഞ്ഞ ഞാൻ അവധി ദിവസമാണല്ലോ കൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് വിശപ്പിന് അവധിയില്ല. അത് പിന്നീട് ആലോചിച്ചപ്പോൾ കാര്യം പിന്നെ ഇത് എല്ലാ ദിവസവും അങ്ങനെ ഒരു ദിവസം 50 പൊതി എല്ലാ ദിവസവും DK നായനാർ പാട്ടിട്ടുണ്ട്. അത് അവിടെ അർഹതപ്പെട്ടവർക്ക് മാത്രം. അത് കൈകഴുകി കൊടുക്കേണ്ടവന് കൈകഴുകി കൊടുക്കും. അങ്ങനെ നല്ലൊരു സൂക്ഷിച്ചു. ഇതിനൊക്കെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്ന ഒരു പരിപാടി. കാര്യമൊന്നും വിശക്കുന്നവന് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ യാത് ബൈബിളായാലും ഖുർആനായാലും യാതൊരിടത്തും നോക്കിയാലും അതാണ് ഹിന്ദു പുരാണത്തിൽ പറയുന്നത്. വിശക്കുന്നവന് ഒരു നേരം ഭക്ഷണം കൊടുക്കുന്നത് 1000 കുട്ടിയുള്ള ആനയെ അടക്കി നിൽക്കുന്നതിന് തുല്യം. അന്ത്യഗിരിയിലും കർത്താവ് പറയുന്ന പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ നമ്മളെ പരിശോധിച്ചാൽ അവിടെ വിശപ്പിന് ഭക്ഷണം കൊടുക്കുന്നത് 1000 വാസിയോട് നമ്മൾ ഭക്ഷണം പിടിക്കുന്നതൊക്കെയാണ് പഴയ നിയമം. പുതിയ നിയമവും നമ്മളെ പഠിക്കുന്നത്. അപ്പോ ഇതിന്റെ ഒരു വ്യാഖ്യാനം 1000 കുറ്റിയുള്ള ആനയ്ക്ക് ഇന്നത്തെ കൊടുക്കണം. ഒരു കുറ്റിയുള്ള ആന ഇന്ന് വാങ്ങണമെങ്കിൽ 5 കോടി കൊടുക്കണം. ലക്ഷണമൊത്തായ നമുക്ക് 1000 1 കോടി രൂപ. അപ്പൊ 1000 ആനയ്ക്ക് 1000 കോടി രൂപ. ഇന്ന് നിങ്ങളിവിടെ കൊണ്ടുവന്നില്ലേ ഭക്ഷണത്തിന് ഓരോ പതിക്കും വിലയുടെ 1000 കോടി രൂപ. എന്നുവെച്ചാൽ വിശപ്പ് ഈ കാറ്റഗറി വരുന്നതല്ലേ ഇപ്പോ. എങ്ങനെ അറിയാം? ഇപ്പൊ അവര് വിശപ്പ് ഇല്ലാത്ത ഒരു കാറ്റഗറി. ഈ സമയത്ത് നമ്മുടെ സ്ത്രീകളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ വൈകിട്ടത്തെ ഈ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ആളുകളും. അതുകൊണ്ട് എത്ര മഴയായാലും ഈ പൊതുവായിട്ട് ഞാൻ എത്ര മഴ ഈ റെയിൽവേ സ്റ്റേഷന്റെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ഇതുവരെ വെള്ളം വന്നിട്ടുള്ള അവസ്ഥ. അപ്പൊ ഇത് തൂക്കാൻ പറ്റില്ല. അപ്പോഴെന്ത് ചിലപ്പോ എനിക്ക് പരിചയമുള്ളവര് തലകളൊക്കെ വരുന്ന തലമുട്ടുണ്ട്. നമ്മൾ ഓഫീസിലൊക്കെ കൊണ്ടുവരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കാണാത്തവനെ പോലെ ഇങ്ങനെ മുഖം തിരിച്ച് എന്തായാലും ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരാള് എന്റെ ഒരു ഡെപ്യൂട്ടി കളക്ടറെ ചോദിച്ചൊരു അതിനോട് ഭാവങ്ങളൊന്നും ചെയ്തായിട്ട് തോന്നുന്നില്ല. അപ്പൊ ഈ തലയിൽ ഈ പാലിക്ക് വെക്കേണ്ട വല്ല കാര്യം കൊണ്ടോ ചോദിച്ചു. അങ്ങനത്തെ എന്ത് മറുപടി? ഇങ്ങനെയൊക്കെ കമന്റ്സുകളൊക്കെ വരും. അപ്പൊ അങ്ങനെ ഭക്ഷണം എല്ലാ ദിവസവും കൊടുക്കുക. അങ്ങനെ DK നായനാർ പാർക്കിൽ നിന്ന് ഭക്ഷണം കൊടുത്ത് തമ്പാനൂർ വരുമ്പോൾ നമ്മുടെ വിഴിഞ്ഞം ഒരു ബസ് നിർത്തുന്ന സ്ഥലമുണ്ട്. അറിയാമോ? ആ ഫ്രണ്ടില് ഒരു ബസ് സ്റ്റാൻഡ്. പണ്ട് അത് പൊളിക്കൊക്കെ കിടക്കുകയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടപ്പുണ്ട്. അയാളെ തട്ടി കിടക്കാൻ പോയപ്പോൾ ഒരു പോലീസുകാരെ എടുക്കാൻ പറഞ്ഞാൽ അയാളെ തട്ടി കിടക്കും. ഭയങ്കര വയലറ്റായി. അങ്ങനെ അടി കൊടുത്താണെങ്കിൽ അവിടെ കിടത്തി. ഇപ്പോൾ ഞാൻ പറഞ്ഞ അയാൾക്ക് വിശന്നിട്ടായി. അപ്പൊ അവന്റെ അടുത്ത് പോയപ്പോ അവൻ ഇയാളെ പേടിച്ച് പോലീസുകാരനെ പേടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. മഴ ഭയങ്കര മഴയാണ്. അവിടെ ചോറ് കഴിക്കുന്നുണ്ട് വെള്ളം. അവിടെ അയാൾ പേടിച്ച് കിടന്ന മനുഷ്യന്റെ അടുത്ത് ഈ പൊതിയും കൊണ്ട് വന്നപ്പോൾ അയാൾ ഇങ്ങനെ തന്നെ നോക്കുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞ കാലാപീനായ കപ്പടം. ഇതാണ് നമുക്കൊരു ഈ അന്യഭാഷക്കാരോട് പറയാനുള്ള ഒരു ഡയലോഗ് എന്ന് പറഞ്ഞില്ല.
ഈ പൊതിയെടുത്ത് അന്ന് ദോശയും പാളയും കുടമ്പഴം ആ ഒരു കോമ്പിനേഷനായി. ഇപ്പൊ പൊതി അയച്ചു വെച്ചപ്പോഴാണ് അയാൾക്ക് ആദ്യം അയാൾ ഒരു കവറിനകത്ത് 5 ദോശയാണ്, 5 കഴിച്ചു. പിന്നെ നമ്മൾ ഓരോന്ന് വിധമാണ് കൊടുക്കുന്നത്. അങ്ങനെ 7 കഴിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എന്ന് പറയും അപ്പോഴാ മുഖത്ത് വന്ന് ഒരു എന്താ തിളക്കമുണ്ടല്ലോ. ലോകത്ത് നമുക്ക് ആർക്ക് എന്ത് കൊടുത്താലും നമ്മളെ പിള്ളേർക്കായാലും ആർക്കായാലും. ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. ഇത് വെറുതെ കടമെടുത്തായില്ല. ഞാൻ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ബന്ധുക്കൾക്കൊക്കെ ഭയങ്കര പ്രിയങ്കനായിരുന്നു. അവിടെ ഓരോ കാര്യങ്ങൾക്കും 2 ദിവസത്തേക്ക് മുമ്പേ ഞാൻ പോയി സഹായിക്കി വേണ്ടുന്ന എന്നാൽ കഴിക്കുന്ന എല്ലാ സപ്പോർട്ടുകളും ചെയ്യുകയായിരുന്നു. ഇത് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ബന്ധമൊക്കെ കാര്യമൊന്നും അവർക്ക് മനസ്സിലായി. ഇനി ഇവിടെ കൊണ്ട് വേറെ ഉപയോഗം ഇതാണ് ബന്ധം. അത് എല്ലാ കാര്യങ്ങളും സ്വന്തം മക്കളായാലും മതിയല്ല. ഇതിനൊന്നും നിങ്ങൾ ഇപ്പം മക്കൾക്ക് വേണ്ടി നമ്മളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം അപ്പനെയും അമ്മയും ഇവിടെ പലരും ഉണ്ട് കേട്ടോ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത അപ്പന്മാരും അമ്മമാരും മരിച്ചു കിടന്നിട്ട് അതിനു മുമ്പ് കൊല്ലത്ത് നിന്ന് നമ്മളെ കത്ത് വിളിക്കുന്നതാണ്. എൻ്റെ ബ്രദറ് ഫാമിലി പ്ലാസ്റ്റിക്കില് എംപ്ലോയി ആയി. അങ്ങനെ ഈ സമൂഹത്തെ കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്തു. മൺവിളയിൽ നമ്മുടെ ആശ്രമത്തിൽ ഡംപ് ചെയ്തു. നമ്മളെ ക്രിസ്ത്യാനികള് ഓർക്കേണ്ട ഇപ്പൊ തീരപ്രദേശത്തുള്ള നമ്മളെ തീരപ്രദേശത്തുള്ള 8 പേരുണ്ട്. എത്ര പേരാണ് വിളിച്ച ഫോൺ എടുക്കുമ്പോൾ നിരവധി തവണ ഈ മനുഷ്യനെ ഈ ഒരു ദിവസം ജോൺസണിൽ നിന്നാണ് അയാൾ പേര് മകനില്ല. വളരെ ഭീഷണാണ്. ഈ മൺവടയിൽ നിങ്ങൾ കൊണ്ടുതരുമ്പോൾ വന്നേര് സംസാരിക്കുക ഇങ്ങനെ ചിലപ്പോൾ വാതുറക്കണത് മക്കളെ കാണണം. ഒരു മകള് പറയും ഇയാളെ കളഞ്ഞിട്ട് പോയെന്നാണ് പറയപ്പെടുന്നത്. ആണെന്ന് പറഞ്ഞാൽ ഇയാള് ഒന്നിനും കൊള്ളാത്തൊരു അവസ്ഥയിൽ വന്നത്. ഞാൻ ഈ ബ്രദറിന്റെ ഫോൺ എടുത്ത് അത് മൺവിളക്കാര് തന്ന ഫോൺ വെച്ച് വിളിച്ചിട്ട് അയാളുടെ മറുപടി എന്ത് ചെയ്യണം, എനിക്ക് വേറൊരു ബ്രദറുണ്ട്, അവൻ ഇവിടെയാണ് താമസിക്കുന്നത്, അവന് വരാൻ എളുപ്പമാണ്. ഇവിടെ അത് ഇവിടെയാണ് ജോൺസണിന്റെ ഒരു ബ്രദർ താമസിക്കുന്നത് ചെറിയ കീഴ്. അവൻ അടുത്താണ്. അവനെ വിളിച്ച് അവൻ ഫോണേ എടുത്തില്ല. അയാൾ ഇടയ്ക്ക് മരിച്ചു. മരണപ്പെട്ടപ്പോ സഹോദരൻ വിളിച്ച് പറയുന്നുണ്ട്. വിളിച്ചപ്പോഴാണ് അവൻ ചോദിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് മറവ് ചെയ്യാൻ നല്ല അവസരം. എനിക്ക് എന്ത് മറുപടി പറയണമെന്ന് എനിക്ക് തന്നെ കുറെ കഴിഞ്ഞപ്പോ വീണ്ടും അവനെ വിളിച്ചിട്ട് പറയുന്നു ഓടിക്കൊണ്ടുപോകും. കാരണം മറ്റേ രോഗികൾ കിടക്കുന്ന ആ വിങ്ങിലാണ് കിടക്കുന്നത്. അത് വേറെ മോർച്ചറിയിൽ ഒന്ന് മാറ്റാൻ എൻ്റെ ചെലവിനുള്ള പൈസ ഞാൻ പറയും. നിങ്ങൾ തന്നത് കേട്ടതും ഒക്കെ എനിക്ക് നല്ല ബോധ്യം. അപ്പം നിങ്ങളുടെ ക്യാഷിന് വേണ്ടിയല്ല, ഓടി വേണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓടി ഇതൊക്കെയാണ് ശ്മശാനം കൊണ്ടുപോയി. എന്തായാലും രാവിലെ 1:30 ഞാൻ വിഷുദിവസിൽ പോയിട്ട് ഇതുപോലെ വരുമ്പോഴാണ് ഈ കുട്ടി വിളിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ വന്നതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു ഇവിടെ ഇയാളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണ അവസാനം അതാണ് ഈ പ്രാർത്ഥനയുടെ അരുവി എന്ന് പറയുന്നത്. ഇതൊക്കെ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ പോലീസുകാരുടെ വായിക്കണം, വീട്ടുകാരോ മരിച്ചെന്ന് കേട്ടപ്പോ വിശ്വാസം ഇല്ലാതെ പ്രാർത്ഥന കാര്യമാണ്. ഇപ്പോൾ ഇതിന്റെ ഇടയില് നമ്മള് വെടിവെച്ചാൽ ഇതിപ്പം പിന്നെ അതിലേക്കൊണ്ട് ചെയ്തേ ഉള്ളൂ. ചുമ്മാ നമ്മൾ പറഞ്ഞാൽ ചുമ്മാ അവിടെ ഇതാണെന്ന് പറഞ്ഞാൽ പിന്നെ അതില് ഇപ്പൊ അത് കഴിഞ്ഞ് ഈവന്റ് പറഞ്ഞതാണ് ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളെ പറ്റി പറയാം. അപ്പൊ ഇയാള് കഴിച്ചത്. അപ്പൊ ഞാൻ രതീശനെ വിളിച്ചു തിരിച്ചു. അത് കൂടെ ഒരു സപ്പോർട്ട് ഇപ്പോൾ ഉള്ളത് രതീശത്തിന്.
അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛനും കേരളോട് പോകണം, വേറെ എന്തൊക്കെയോ ആവശ്യങ്ങൾ അച്ഛനും പറയും. എന്തായാലും അച്ഛനെത്തി. എന്തായാലും വന്നപ്പോൾ മണി 10 പോലെന്താണ് ഒരു ബ്യൂറേജ് ഓപ്പറേഷൻ വിലയ്ക്ക് വാങ്ങിച്ചാൽ എങ്ങനെ ഇരിക്കും, ആ ആറ്റിറ്റ്യൂഡിലാണ് ഇവരൊക്കെ അങ്ങനെ വന്നല്ല. പിന്നെ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ അമ്മമാരെ പറഞ്ഞു. കണ്ടാമൃഗത്തിന്റെ തൊലിക്ക് കട്ടി എങ്ങനെ ഉണ്ടെന്ന് അതിന് കുറേ കൂടെ മകൾ വിവരല്ല. അടുത്ത് ഫിറ്റാണ്, എല്ലാവരും ഫിറ്റാണ്, നിൽക്കാൻ പറ്റും. പാവം ആംബുലൻസ് ഡ്രൈവർ മാത്രം അവരിപ്പോൾ എന്തായാലും ഓടിയേറ്റ് വാങ്ങിയിട്ടുണ്ട്. ഞാനിത് പറയുന്നത് എന്നിട്ട് ഒരു 10 ദിവസമായപ്പോൾ മിനിങ്ങാന്നിട്ടാണ് വിളിച്ച് ചോദിക്കുകയാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയോ. മനസ്സിലായോ? ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയോ? കാരണം ഇനി അതിനുള്ളത് കൂടി ഇവർക്ക് ഇതാണ് എല്ലാവരും വേണ്ടത്. ഇതാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഇതാണ് നമ്മുടെ വിശ്വാസം. ഡോക്ടറെ വിശ്വാസമില്ലാത്തവൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പിന്നെ വിശ്വാസമുള്ളവൻ പ്രാർത്ഥിക്കണമെന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഞാൻ എന്റെ ഈ ഭാഗം കൂടെ ആകുമ്പോൾ 2 സെന്റൻസ് കൊണ്ട് നിർത്താം. അപ്പൊ ഈ മനുഷ്യന് ഭക്ഷണം കൊടുത്ത് അങ്ങനെ കഴിച്ചു. ഒരു 5 കൊടുത്തു, അടുത്ത ഒന്നുകൂടെ വെച്ചു, 2 കൊടുത്തു, അടുത്ത് അയാൾ പറയുന്നു. അപ്പോഴയാൾ വന്ന മുഖത്തിന്റെ ഐശ്വര്യം കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് രീതിയേക്ക് കൊടുത്ത് മഴ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്റെ വീണ്ടും ഒരു 15 കൂടിയിരിക്കുകയാണ്. കാരണം റെയിൽവേ സ്റ്റേഷനിലൊക്കെ എന്നെ കാപ്പി ഈ മഴയുടെ ആളുകളിരിക്കും, ചെന്നേ പറ്റുള്ളൂ. അപ്പൊ അതിനെ കൊണ്ട് ഞാൻ ഓടെയാണ്. അങ്ങനെ പോകുമ്പോ ആരോ എന്റെ പഴകന്ന് വരുമ്പോ ഒരു തോന്നി നോക്കിയപ്പോ ഈ മനുഷ്യനുണ്ടല്ലോ, ഇതിനകത്ത് ഭക്ഷണം കൊടുത്ത രീതി കൂടെ പറഞ്ഞാലേ അയാളുടെ നമ്മൾ ആടും ആടിനൊക്കെ ഭക്ഷണം അത് വാതുകൊണ്ടിൽ ഇരുന്നോളൂ. ഇവൻ ഒരു സ്റ്റെപ്പ് ഇറങ്ങി, ആ വെയിറ്റിംഗ് ഷെഡിന്റെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ആ വെള്ളത്തിൽ നിന്ന് കുട്ടിമേൽ നിന്ന് ഈ ദോശ അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ അയാള് പ്രാക്ടീസാണ്. അയാൾ ഇങ്ങനെ സ്പീഡ് ഈ 5 കഴിക്കും, പിന്നെ 1 കൊടുത്തു, പിന്നെ 1 കൂടെ കൊടുത്തപ്പോ അയാൾ പൂർണ്ണമായിട്ട് അങ്ങ് തിന്നിട്ട് ഈ മഴയത്ത് തന്നെ ഞാൻ മുമ്പോട്ട് നീങ്ങാണ്. ബാക്കിൽ ആരോ എന്റെ പലകാരം നടന്നു വരുമ്പോൾ ഒരു തോന്നൽ ഉള്ളിൽ തിരിഞ്ഞു നോക്കിയപ്പോ ഈ മനുഷ്യനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അയാളുടെ, കാരണം അയാൾ ചോദിച്ചേക്കാം എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഉറങ്ങിക്കിടവിന്റെ തട്ടികളക്കി ഭക്ഷണം കൊടുത്തു. ഇനി അടുത്ത് എന്താ വേണ്ടത്? ഉറങ്ങാനൊരു ഇടം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ മുന്നേ റെയിൽവേ സ്റ്റേഷനകത്താക്കും, അല്ലെങ്കിൽ അത് KSRTC മെയിൻ ബിൽഡിംഗ് പണിയാൻ വേണ്ടി ഫ്രണ്ടിൽ വെയിറ്റിംഗ് ഷെഡിൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും ഓർമ്മയിൽ വരണേ? അതിന്റെ ഒരു മുറിക്ക് കൊണ്ടിരുത്തിയപ്പോ എന്റെ മനസ്സിൽ ഇതാ എല്ലാം ഞാൻ ഈ പറയുന്നത് ഞാൻ എന്റെ അഹങ്കാരം കൊണ്ടോ എനിക്ക് തോന്നിയത് കൊണ്ടോ ഞാൻ തുടങ്ങിയതല്ല ഈ സ്ഥാപനം. അപ്പോ ഈ മനുഷ്യൻ എന്താ വേണ്ടത്? ഉറങ്ങാനൊരു ജ്ഞാനം. അപ്പോഴ് ഭക്ഷണം മാത്രം പോലെ ഉറങ്ങാനൊരു ഇടവുകൊണ്ടുണ്ടാകുക. അങ്ങനെ ഈ ആശ്വാസം ആ വികലാംഗനായ മനുഷ്യന്റെ അതിൽ പ്രകാരം പിന്നെ അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇനി ഒരു 2 ദിവസം നമ്മൾ കേട്ടാലും, കാരണം എന്തെന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കണം. അപ്പൊ കണ്ണായ കാരണം അത് എന്റെ പിള്ളേർ ചെയ്ത ഏറ്റവും വലിയ ഉപകാരമുണ്ട്. കാരണം ഈ പിള്ളേര് വസ്തുക്കളൊന്നും വന്ന് കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് തന്ന ഒരു പ്ലോട്ട് വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് കുറെ കാര്യം വാങ്ങിച്ചു. ഭാഗ്യം എന്ന് പറഞ്ഞാൽ പിള്ളേരെ കണ്ടിട്ടില്ല. പക്ഷെ ഇത് പണം ഇവിടെ കൊണ്ടാണ്. അപ്പൊ ഇത് പിള്ളേഴ്സൊക്കെ ഉണ്ട്, ട്രസ്റ്റ് ഫാം ചെയ്ത് ചുമ്മാനൊന്നും തുടങ്ങാനില്ല. അങ്ങനെ അവിടെ കണ്ണായ കുറെ ലാൻഡ്. പക്ഷെ എന്റെ മക്കൾക്ക് അതുകൊണ്ട് ആർക്കും ഒരു ദോഷവും ആലോചിക്കും. എന്റെ 2 പ്രദേശം എന്തെങ്കിലും ചോദിച്ചാണ് പിള്ളേർക്ക് വേണ്ടിയുള്ളതല്ലേ, അത് പ്രത്യേകം രണ്ട് പൊമ്പിള്ളേ അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾ അടിച്ചാൽ വീട്ടിൽ പറയും. എന്നിട്ട് അമ്മ ഞങ്ങളുടെ വീടിരിക്കുന്നത് ഇന്നത്തെ ഹാർബർ പ്രോജക്റ്റിന്റെ മുന്നൂര് ഈ നമ്മളെ സംരംഭം കിടന്നില്ലേ അതിന്റെ തൊട്ടിപ്പുറത്തെ കുഞ്ഞിലാണ്.
ഞങ്ങളുടെ വീട്ടിൽ നിന്നാൽ ഈ കടൽ കാണും. അവിടെ ഒരു മോഹവില നിന്ന ഒരാള് ടൂറിസത്തിന് വേണ്ടി ഞങ്ങളുടെ ലാൻഡിൽ മുമ്പിൽ വാങ്ങിച്ചു. അപ്പൊ കുറെ എമൗണ്ട് ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ അമ്മയ്ക്കൊരു ഒരു വിചാരം, എനിക്ക് മോളുടെ കല്യാണത്തിന് കുറെ ക്യാഷ് തരണം. അങ്ങനെ ആദ്യം ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ എംപ്ലോയി ആണ്, എൻ്റെ വൈഫ് എംപ്ലോയി ആണ്, കൊണ്ടാകും പ്രശ്നമൊന്നുമില്ല. അപ്പോഴാണ് നമുക്ക് ഈ ചിന്ത വരുന്നത്. പിന്നെ ഞാൻ എന്നമ്മയെ കണ്ടിട്ട് ആടിൻ്റെ കൊടുക്കണ്ട, എനിക്ക് ആ പൈസ വേണ്ട. അങ്ങനെ അമ്മ തന്ന പൈസയും കൊണ്ടാണ്. അപ്പോൾ ആളുകൾ ചോദിക്കുക, അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒന്ന് ഇട്ടത് അതുകൊണ്ടാണ്. അല്ല, അതും നമ്മുടെ കത്തോലിക്ക സഭയുടെ ഒരു വിശ്വാസം അനുസരിച്ച് സ്ഥാപിക്കാക്കൊരു അമ്മ അങ്ങനെയാണ് അമ്മ വന്നത്. പക്ഷെ എൻ്റെ സ്വന്തം അമ്മയ്ക്കും ഇതിനകത്തൊരു അമ്മയാണ് ആദ്യമായിട്ട് ഇതിനുള്ള വിശ്വാസം പണ്ട്. പക്ഷെ അമ്മ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ കാലാന്തരത്ത് അമ്മയെ കാണുന്നു. പിന്നെ അവിടുത്തെ ലേറ്റം കൂടെ വിറ്റാണ്. ഇവിടെ ഒരു 20 സെന്റ് സ്ഥലം, സോറി 20 അല്ല 10 സെന്റും ആ ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടില്ലേ, ആ വീടും കൂടെ വിലയ്ക്ക്. പിന്നെ എന്താ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് ആണ് ആദ്യത്തെ. കാരണം 25 പേരെ പാർപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്താൽ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ലൈസൻസ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ സ്ഥാപനം തുടങ്ങി. ഏത് വർഷമാണ്? 2013 നമ്മുടെ സുസഭാഗ്യ പിതാവ് നസീർ, ഇതാണ് എൻ്റെ തുടക്കം.